തൗഹീദ് 2012. ഇപ്പോൾ പറയുന്നറിയോ, സക്കരിയനെ വെല്ലുവിളിക്കാം. സക്കരിയ സലായി, ഏതാടാ ഹദീസ്? കള്ള ഹദീസുമായി നടക്കാണോ സലായി? കൊണ്ടുപോടാ ഹദീസ്, എവിടെ നിന്നാണോ കിട്ടിയത്? ഭയങ്കര വെല്ലുവിളി സക്കരിയ സലായിനെ. സക്കരിയ സലായിന്റെ ഉസ്താദാണ് അബ്ദുറഹ്മാൻ സലഫി. അത് സക്കരിയ സലായിനെ ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്തേ ഇയാൾക്ക് ശൈത്താൻ കൂടിയോ? നിങ്ങൾ തീരുമാനിച്ചാളേ. ഓരോ മൗലവിമാർക്കും യാ ഇബാദല്ലാഹ് എന്നുള്ള ഹദീസ് കേട്ട് ശൈത്താൻ കയറിയിട്ടുണ്ട് അത്രേ. സക്കരിയ സലായി തന്നെ അവതരിപ്പിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ. ഇനി നമ്മൾ അബ്ദുറഹ്മാൻ സലഫി ഒന്നും കൂടി പറയട്ടെ. മൂപ്പരാണല്ലോ ഈ ദുഷ്പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള്. അതിന് മുമ്പ് മൂപ്പരാക്ക ലാസ്റ്റ് ക്ലിപ്പ് ഒന്ന് ഇട്ടുകൊടുത്ത കള്ള ഹദീസും പിടിച്ച് നടക്കുക തന്നെ. അതൊന്ന് കേട്ടോ നിങ്ങൾ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. എങ്ങനെയുണ്ട്? ഇന്നലെ കരയായിരുന്നു ഞാൻ തലശ്ശേരി വന്നിട്ട്. സക്കരിയാൻ എത്ര ഞാൻ അതിൽ നിർത്താൻ നോക്കിയെന്നറിയോ? എന്റെ കരളല്ലേ എന്നർത്ഥ. ഇപ്പൊ കണ്ടില്ലേ ശൈലി? ശൈലി കള്ള ഹദീസും പിടിച്ച് നടക്കണ്ടടാ മുഹദ്ദിസേ, ഇങ്ങോട്ട് വാടാ. ഇതൊക്കെ ആരെ ശൈലിയാ? ഇതൊക്കെ ആരെ ചെയ്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയാ? ഇയാൾക്കല്ലേ യഥാർത്ഥ ശൈത്താൻ കൂടിയിട്ടുള്ളത്? ഇപ്പൊ കണ്ടില്ല നിങ്ങള്? അണ്ണങ്ങള് ഉസ്താദായാലാ മൂപ്പര് തെറി കൂടല്, മറ്റാളോട് ആത്രച്ച് കലക്കുന്ന അറിഞ്ഞു. നിങ്ങൾ നോക്ക്, എല്ലാ മൗലവിമാർക്കും ശൈത്താൻ കൂടിയതാ പ്രശ്നം. നിങ്ങൾ